ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൻ്റെ കുറച്ച് ഷോർട്ട് കട്ട് കീസും കുറച്ച് ടൂൾസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ലൈൻ ടൂളാണ്. അപ്പോൾ ലൈനിൽ നമ്മൾ കമാൻഡായിട്ട് എല്ലുന്ന കമാൻഡ് യൂസ് ചെയ്തും ലൈൻ ടൂൾ എടുക്കാം. അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ടാബിൽ നിന്നും നമുക്ക് ലൈൻ ടൂൾ സെലക്ട് ചെയ്യാൻ പറ്റും. PL എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോളി ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം പോളി ലൈൻ വെച്ച് വരയ്ക്കുന്നതെല്ലാം ഒറ്റ സെലക്ഷനിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വണ്ണ് നമുക്ക് റെക്റ്റാങ്കിളിന് യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് REC ആണ് നമ്മൾ റെക്റ്റാങ്കിൾ കമാൻഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മുകളിലെ ടാബിലും റെക്റ്റാങ്കിളിൽ നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കും. സർക്കിളിന് യൂസ് ചെയ്യുന്നത് C എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സർക്കിൾ എലിപ്സ് വരയ്ക്കാം. അതും EL അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എലിപ്സ് എന്നുള്ള ഷേപ്പ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മുകളിലുള്ള സർക്കിൾ എന്നുള്ള കമാൻഡ് ബാറിൽ നമുക്ക് ആരോ മാർക്കിൽ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാച്ച് കമാൻഡാണ്. ഹാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലോസ്ഡ് സർഫസിനെ അതിൻ്റെ ഉള്ളിൽ പല ടൈപ്പ് ഹാച്ചസ് കൊടുക്കാനാണ്, ഓരോ മെറ്റീരിയലിൽ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യാനും എല്ലാം പറ്റും. നമുക്ക് എന്തോരം സൈസ് അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാച്ച് ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഇത് എടുക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഇങ്ങനെ ലെയറായിട്ട് എഴുതാൻ പറ്റും. മൾട്ടി ടെക്സ്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന ടെക്സ്റ്റാണ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് സൈസ് മുകളിലത്തെ ടാബ് ബാറിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് അവിടെയും നമ്മുടെ എന്ത് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ സൈസ്, അതിൻ്റെ ലെയർ എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് നമ്മൾ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പറഞ്ഞാൽ സൂമാണ്. സൂം ചെയ്യാനായിട്ട് ZOOM ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം കമാൻഡ് കിട്ടും. സൂം ചെയ്യാൻ നമുക്ക് ഓരോ സ്പെസിഫിക് സാധനങ്ങൾ സൂം ചെയ്യാനായിട്ട് അത് സെലക്ട് ചെയ്ത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സൂമായിട്ട് വരും. നെക്സ്റ്റ് വേണം നമുക്കൊരു പർട്ടിക്കുലർ സാധനത്തിനെ കോപ്പി ചെയ്ത് വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് കോപ്പീനെ നമ്മൾ യൂസ് ചെയ്യുന്നത് CO എന്നാണ് നമ്മുടെ കമാൻഡ് ബാറിൽ ടൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോപ്പി എന്ന് പറഞ്ഞ കമാൻഡ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കോപ്പി ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനി ഓഫ്സെറ്റ് എന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഒരേ ഡയമെൻഷനുള്ളത് കുറച്ച് ഡിസ്റ്റൻസിൽ വേണം, പാരലലായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ്സെറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിന് OF അടിക്കുമ്പോൾ നമുക്ക് ഓഫ്സെറ്റ് കമാൻഡ് കിട്ടും. നമുക്കൊരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് മൂവ് എന്ന് പറഞ്ഞ ടൂളാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് കമാൻഡ് ബാറിൽ M എന്ന് അടിച്ചു കഴിഞ്ഞാൽ മൂവ് എന്നുള്ള കമാൻഡ് കിട്ടും. പിന്നെ പർട്ടിക്കുലർ ലൈൻസ് നമുക്ക് ട്രിം ചെയ്യണം, അത് വേണ്ട, പക്ഷെ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ട്രിം എന്ന് പറഞ്ഞ കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു പർട്ടിക്കുലർ ഒരു ലൈനിൽ ഒരു ചെറിയ സ്ഥലത്ത് ഒരു ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഡയമെൻഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാനും അതിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഡിം സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ നമുക്ക് പർട്ടിക്കുലർ വേണ്ട ഡയമെൻഷൻ സ്റ്റൈലും എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈ സ്കെയിലാണ്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വലുതാക്കാനോ അല്ലെങ്കിൽ ചെറുതാക്കാനോ യൂസ് ചെയ്യാൻ ആണ് നമ്മൾ സ്കെയിൽ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൈൻസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. ജസ്റ്റ് ആ ഒബ്ജക്റ്റിനെ ഒരു പേജ് പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി, നമുക്കത് സ്കെയിലായിട്ട് കിട്ടും. ജോയിൻ കമാൻഡ് യൂസ് ചെയ്യുന്നത് രണ്ട് ബ്രേക്കായിട്ടിരിക്കുന്ന ലൈൻസിൽ ജോയിൻ ചെയ്യിക്കാനാണ് ജോയിൻ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ Xline എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കൺസ്ട്രക്ഷൻ ലൈൻസ് വരയ്ക്കാനാണ്. ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് ലൈൻസ് നമുക്ക് അല്ലെങ്കിൽ ഇൻക്ലൈൻഡൊക്കെ ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ലോങ് ഡിസ്റ്റൻസ് ലൈൻസാണ് Xlines എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ബേസിക് ഓട്ടോകാഡ് ടൂൾസാണ്. ഇനിയും വരുന്ന വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.